ഓരോ സിനിമയ്ക്കും ഓരോ തയ്യാറെടുപ്പല്ല. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചും ആദ്യത്തെ ഒരു സിനിമ താങ്കൾ എത്ര കാലത്തെ സ്വപ്നമായിരിക്കുന്നതോ ആ സ്വപ്നമാണ് ഇപ്പം സ്ക്രീനിലെത്തിയിരിക്കുന്നത്. ആ സമയത്ത് പല രീതിക്ക് കമൻറ്റുകളും വരുന്നുണ്ട്. താങ്കളെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മൾ ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഞാൻ കുറേ അധികം സിനിമകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ തന്നെ വലിയ ഹിറ്റായിട്ടുള്ള സിനിമകളുണ്ട്, പരാജയപ്പെട്ട സിനിമകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ആ ഒരു യാത്രയിൽ തന്നെ പല രീതിയിലുള്ള ക്രിറ്റിസിസങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സിനിമ എടുക്കാൻ വരുമ്പോൾ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയായിരിക്കണം ഞാൻ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ആ ക്രിറ്റിസിസത്തിനെ ഞാൻ ഓൾവേസ് വെൽക്കം ചെയ്യുന്നു. കാരണം നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനെ തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വലിയൊരു മറുപടിയാണ് കേട്ടോ. അപ്പോൾ ഈ ആനയുമായിട്ടുള്ള എന്താണ് ഈ കാണിച്ചത്? ഞാനൊക്കെ ആന CG എന്നൊക്കെ ഓർത്തിരുന്നത്, പക്ഷെ ഒറിജിനൽ ആനയും പെപ്പയായിട്ടുള്ളൊരു, പക്ഷെ നമ്മളത് ഇരിക്കുമ്പോൾ ഏതുണ്ടല്ലോ അജയകാന്തരത്തില് അതും ഒറിജിനൽ, പക്ഷെ അത് ഒറിജിനൽ, പക്ഷെ അതുപോലെയല്ല ഇത്. അത് രണ്ട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞത്. പക്ഷേ ഇതിൽ ആനയായിട്ട് ഭയങ്കര അടുപ്പം, 2 സിനിമയിൽ വന്നപ്പോൾ ആനയായിട്ട് അടുപ്പമായി. ഇപ്പോൾ ഒരു ആനപ്പാപ്പാനൊക്കെ ആക്കാൻ ഏറ്റവും അടുത്ത ആൾ പപ്പയാന്ന് ഞാൻ പറയുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഞാൻ വായിക്കുവാണെങ്കിൽ. പക്ഷേ ഇതിലൊരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമ ശരിക്കും ഈ ഷോൾഡറിൽ വെച്ചിരിക്കുകയാണ്, ഡയറക്ടർ വെച്ചിരിക്കുകയാണ്, പ്രൊഡ്യൂസർ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? നമ്മൾ ഫിസിക്കലി മെൻ്റലി നല്ല പ്രിപ്പറേഷൻ വേണ്ടി വന്നു. കാരണം ഞാൻ കുറേ നാൾ വർക്കൗട്ട് പരിപാടികൾ, അതിൻ്റെ ഇടയിൽ എനിക്ക് ഷോൾഡറിന് ഇഞ്ചുറി വന്നു. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തായ്ലൻഡിൽ മറ്റേ ഈ ആനയായിട്ടുള്ള സീക്വൻസുകൾ ചെയ്യാനായിട്ട് നമ്മൾ തായ്ലൻഡിലാണ് പോയത്. അവിടെ എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 8 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു.